ഓം നമോ ഭഗവതേ വാസുദേവായ. 17-ാം ദശകത്തിൽ ധ്രുവചരിതമാണ് വർണ്ണിച്ചിരിക്കുന്നത്. മനുപുത്രനായ ഉത്താനപാദന് സുരുചി എന്നും സുനീതി എന്നും 2 ഭാര്യമാരാണുണ്ടായിരുന്നത്. ഉത്താനപാദ മഹാരാജാവിന് സുരുചിയെയാണ് അധികം ഇഷ്ടവും സുനീതിയെ അധികം ആദരിച്ചിരുന്നില്ല. സുരുചിയുടെ മകനായ ഉത്തമൻ എല്ലാ സമയത്തും പിതാവിൻ്റെ മടിയിൽ കയറിയിരിക്കുന്നത് കണ്ട് സുനീതിപുത്രനായ ധ്രുവന് വളരെയധികം സങ്കടവും ഉണ്ടായി. ഒരു ദിവസം രാജാവിൻ്റെ മടിയിൽ കയറിയിരിക്കാനായി ചെന്നപ്പോൾ സുരുചി അവനെ അധിക്ഷേപിച്ച് പറഞ്ഞേക്കുകയാണ്. സങ്കടത്താൽ അമ്മയുടെ അടുത്തെത്തിയപ്പോൾ ആ അമ്മ പറയുകയാണ്, നിൻ്റെ സങ്കടം മുഴുവൻ തീരാൻ മഹാവിഷ്ണുവിനെ ഭജിക്കുകയാണ് വേണ്ടത്, അതിനുവേണ്ടി തപസ്സു ചെയ്യൂ, എന്നാൽ നിൻ്റെ ഏത് ആഗ്രഹവും സാധിക്കും എന്ന് പറയും. ബാലനായ ധ്രുവൻ അത് കാര്യമായി എടുത്തിട്ട് വനത്തേക്ക് പോവുകയാണ്. മാർഗമധ്യത്തിൽ ശ്രീനാരദ മുനി ധ്രുവനെ കാണുകയും ഭഗവാന്റെ മൂലമന്ത്രം ഉപദേശിക്കുകയും ചെയ്തു. എങ്ങനെ തപസ്സു ചെയ്യണമെന്ന് നാരദമുനി അവനോട് പറഞ്ഞു കൊടുക്കുന്നു. ധ്രുവനാകട്ടെ മധുവനത്തിലെത്തി അതിഘോരമായ തപസ്സു തുടങ്ങി. 5 മാസം കഴിഞ്ഞപ്പോൾ ഭഗവാൻ അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഗദ്ഗദകണ്ഠനായ ധ്രുവന് ഭഗവാനെ കണ്ടപ്പോൾ ഒന്നും ചെയ്യാനാവാതെ നിന്നു. അപ്പോൾ ഭഗവാനാകട്ടെ തൻ്റെ ശംഖെടുത്ത് ആ കവിളിൽ ഒന്ന് തലോടിയപ്പോൾ ധ്രുവൻ ഗദ്ഗദാക്ഷരങ്ങളോടുകൂടി ഭഗവാനെ വർണ്ണിച്ചു. ഭഗവാൻ അവനെ അനുഗ്രഹിച്ചു. നീ അനവധികാലം രാജ്യം ഭരിച്ചതിന് ശേഷം നിനക്ക് നിൻ്റേതായ ഒരു ലോകം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അവിടെ വന്ന് സുഖമായിട്ട് വസിച്ചാലും എന്ന് പറയുകയാണ്. ധ്രുവൻ അനവധികാലം രാജ്യഭരണം ചെയ്തതിന് ശേഷം അമ്മയോടുകൂടി ഭഗവാന്റെ പാർഷദന്മാരാൽ അനുഗമിച്ചുകൊണ്ട് ഇന്നും ധ്രുവലോകത്തിൽ വസിക്കുന്നു. അങ്ങനെയുള്ള ഭക്തന്മാരിൽ അതീവ തൽപരനായ ഭഗവാനെ അങ്ങ് എൻ്റെയും അസുഖം മാറ്റിത്തരണമേ എന്ന് പട്ടേരിപ്പാട് പ്രാർത്ഥിക്കുകയാണ്. ഉത്താനപാദ നൃപതേർ മനോനന്ദനസ്യ ജായാ ബഭൂവ സുരുചിർനിതരാമഭീഷ്ടാം അന്യാസുനീതിരിതി ഭർത്തുരനാദൃതാസാം ത്വാം ഏവ നിത്യമഗതി ശരണം ഗതാഭൂൽ. അങ്കീം പിതൃസുരുചി പുത്രകം ഉത്തമം തം ദൃഷ്ട്വാ ധ്രുവ കില സുനീതിസുതോധീര അധിരോക്ഷ്യൻ ആചിക്ഷിപേ കില ശുശുസുതരാം സുരുച്യാം ദുസ്സന്ധ്യജാഖലോ വമദ്ഭവദ്വിമുഖേ അസൂയാം. തുന്മോഹിതേ പിതരി പശ്യതി ദാരവശ്യേ ദൂരം ദുരുക്തി നിഹതസ ഗതോ നിജാംബം.
സാപി സ്വകർമ്മഗതി സന്ദരണായ പുംസാം ത്വൽപാദമേവ ശരണം ശിശവേഷസംസം ആകർണ്യസോപി ഭവദർശന നിശ്ചിതാത്മാ മാനീ നിരേത്യ നഗരാൽ കില പഞ്ചവർഷം സന്ദൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗ ത്വാമാരരാധ തപസാ മധുകാനനാന്തേ താതേ വിഷണ്ണഹൃദയേ നഗരീം ഗതേന ശ്രീനാരദേന പരിസാന്ത്വിതചിത്തവൃത്തോ ബാലസ്ത്വദർപ്പിതമനാഃ ക്രമവർദ്ധിതേന നിന്യേ കഠോരതപസാം കില പഞ്ചമാസാൻ താവൽ തപോബലനിരുച്ഛ്വസിതേ ദിഗന്തേ ദേവാർത്ഥിത സ്ത്വമുദയൽ കരുണാർദ്രചേതാഃ തുദ്രൂപഛിദ്രസനിലീനമതേ പുരസ്താദ് ആവിർബഭൂവിധ വിഭോ ഗരുഡാധിരൂഢ തുൽദർശന പ്രമദഭാരതരംഗിതം തം ദൃഗ്ഭ്യാം നിമഗ്നമിവ രൂപരസായനേ തേ തുഷ്ടൂഷമാണമവഗമ്യ കപോലദേശേ സംസ്പൃഷ്ടവാൻ അസി ദരേണ തഥാ ദരേണ താവദ്വിമോധവിമലം പ്രണുവന്ദമേനം ആഭാഷധാസ്ത്വമവഗമ്യ തദീയഭാവം രാജ്യം ചിരം സമനുഭൂയ ഭജസ്വ ഭൂയ സർവോത്തരം ധ്രുവപദം വിനിവൃത്തിഹീനം ഇത്യൂചിഷി ത്വയി ഗതേ നൃപനന്ദനോസാം വാനന്ദിതാഖിലജനോ നഗരീം മുപേത രേമേ ചിരം ഭവദനുഗ്രഹപൂർണകാമ താതേ ഗതേ ച വനമാതൃതരാജ്യഭാരം യക്ഷേണ ദേവ നിഹതേ പുനരുത്തമേസ്മിൻ യക്ഷൈഃ സയുദ്ധനിരതോ വിരതോ മനൂക്ത്യാം ശാന്ത്യാ പ്രസന്നഹൃദയാത് ധനദാത് ഉപേതാത് തുൽഭക്തിമേവ സുദൃഢാം അവൃണ്ണോൽമഹാത്മാ അന്തേ ഭവൽ പുരുഷനീതവിമാനയാതോ മാത്രാസമം ധ്രുവപദേ മുദിതോയമാസ്തേ ഏവം സ്വഭൃത്യജനപാലനലോല
വാതാലയാധിസ്ത്വം വാതാലയാധിപ 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 നിരുന്ധി മമാമയോഘാൻ. 17-ാം ദശകം സമാപ്തം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ